സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ പങ്കെടുക്കണമെങ്കിൽ എല്ലാവരും കുറച്ചൊക്കെ ഫിയർലെസ് ആയിരിക്കണം. I would also have to probably say പൂജ. ഒരു ഷോന് വരുന്ന ആദ്യത്തെ ദിവസം നമ്മൾ പൊതുവെ എല്ലാവരും കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, നെർവസ് ആയിരിക്കും. അപ്പം നമ്മളൊന്ന് ബിഹേവ് ചെയ്യാൻ നോക്കും. പൂജ പക്ഷെ അവളുടെ ആദ്യമൊക്കെ ഒന്ന് മിണ്ടാതെ നിന്നു. പക്ഷെ ആ കീ വേറൊരു കുട്ടി എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാത്തൊരു സമയം അവൾ മനസ്സിലാക്കി, ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത് പോകും. അവരാധ പരിപാടിയും തുടങ്ങി, അടിയുമായി. അത് പിന്നെ എല്ലാ കൊല്ലവും അങ്ങനെ ആണല്ലോ. ഇപ്പം എന്തായിരുന്നാലും നമുക്ക് ബിഗ് ബോസ് സീസൺ 8 തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളോട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫാൻ ബേസ് ഉള്ള ഒരു പരിപാടികളിലൊന്നായ ബിഗ് ബോസ് സീസൺ 8 പൂർവാധികം ശക്തിയോടുകൂടി തുടങ്ങിയിരിക്കുകയാണ്. പതിവ് പോലെ കുറച്ച് കോൺട്രവേഴ്സിയും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വരവ്. ഇന്നലത്തെ സംഭവത്തോടു കൂടി ഇപ്പം സോഷ്യൽ മീഡിയ ഒന്ന് ഉണർന്നപ്പോൾ ഉണ്ട്. ഇന്നലെ തന്നെ ഉണർന്നു തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ, അതിനകത്ത് ആ പരിപാടി വീക്ഷിക്കുന്നവർക്കറിയാം, അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം പൂജയെന്നും പറഞ്ഞ് ഈ വന്നതും പോയതും നിന്നതും എല്ലാം പൂജയാണ്. പൂജമാരെ കൊണ്ട് ബഹളം അതിനകത്ത്. അത്രയൊന്നുമില്ല കേട്ടോ, രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടുപേരും ഇന്നലെ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നു. അപ്പം അത് മത്സരിക്കാൻ വന്നപ്പോഴത്തേക്ക് മറ്റേ പൂട്ട് പൊളിക്കുന്ന പരിപാടിയായിരുന്നു. പൂട്ട് പൊളിക്കുന്നതല്ല, പൂട്ട് തുറക്കുന്ന പരിപാടി. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് മത്സരിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്കും അത് എന്തുകൊണ്ട് തുറക്കാൻ ഒക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് രണ്ട് പൂജമാരിൽ ഒരാൾ കരഞ്ഞ് മെഴുകി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചാൻസ് കൊടുത്തു. അവർ ഇന്നായി, ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നും ഇന്നായി കയറി വന്നു. ശേഷം നടന്നത് ഫ്ലോറിൽ വന്നപ്പോഴത്തേക്ക് അവസരം കിട്ടാതെ പോയ ആ ഒരു പൂജ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി ഫ്ലോറിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അതിനുശേഷം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതൊന്ന് കണ്ടിട്ട് വാ. ഇന്നലെ ആ ഒരു ടാസ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല, അപ്പൊ വിഷമം ഉണ്ടായിരുന്നോ? ഇന്നലത്തെ കളികളുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ജസ്റ്റിസ് സർവ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ പൂജനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു ഗെയിമിന്റെ ആ ഗെയിം ബോർഡ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ലോക്ക് ഓപ്പൺ ചെയ്തവർക്ക് മാത്രമേ ആ റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പൂജ കരഞ്ഞത് കാരണം മാത്രം അവിടെ ഇമോഷണൽ സീൻ ഉണ്ടാക്കി. സംസാരിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ പൂജയെ കയറ്റി വിട്ടാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്? ചോദിച്ചിരുന്നു. ചിലവർക്ക് റെഡിയായി, ചിലവർക്ക് എനിക്ക് റെഡിയായില്ല. അപ്പൊ ഞാൻ ആ അവസരം പോയി എന്തായാലും ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ആ ടാസ്ക് ഒരു കാര്യം നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും അലമ്പ്. രഞ്ജിനി ഹരിദാസ് എന്ന ജഡ്ജ്മെൻറ്റിനായി ഉണർന്നിരിക്കുകയാണ്. അതെന്തോ ആയിക്കോട്ടെ, അവരുടെ ജോലിയല്ലേ, അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അവിടെ ഇരുന്ന്. കാണാം, അല്ലാതെ എന്തോ ചെയ്യാൻ. പിന്നെ വേറൊരു തൽപരകക്ഷി അവിടെ ഇരിപ്പുണ്ടല്ലോ, അഖിൽമാരാറ്. എന്തായാലും കൊള്ളാം, എന്തൊക്കെ കാണണോ എന്തോ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, അപ്പോൾ ഈ പൂജ എന്ന് പറയുന്ന പെങ്കൊച്ച് ഇതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ പെങ്കൊച്ചിൻ്റെ ഒരു അക്കൗണ്ടിലൂടെ വീഡിയോ പുറത്തു വിട്ടപ്പോൾ ഉണ്ടായിരുന്നു. നേരത്തെ എനിക്ക് തോന്നുന്നു നേരത്തെ ഒന്നും ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരുന്നെന്നുള്ളതാണെന്നറിയാം. ഈ പരിപാടി കഴിയുന്നിടം വരെ ഇതിൽ മത്സരിച്ചവർക്ക് പറ്റത്തില്ല എന്നുള്ളതായിരുന്നു നേരത്തെയൊക്കെ ഒരു അവരുടെ ഒരു റൂളെന്ന് തോന്നുന്നു. അതോ ഇനിയിപ്പം ബിഗ് ബോസിൻ്റെ മെയിൻ ഒരു പരിപാടി ഉണ്ടല്ലോ, മറ്റേ വീഡിയോ, അതിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴാണോ ആ ഒരു കോൺട്രാക്റ്റൊക്കെ വരുന്നത്, അതിന് ശേഷമാണോ എന്നുള്ളത് പറഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഇപ്പം നടന്ന ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നുണ്ട്, ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഈ പൂജ എന്ന് പറയുന്ന പെങ്കൊച്ചി അതിനകത്ത് പറയുന്നുണ്ട്, ഈ മറ്റേ കുട്ടിക്ക് അവസരം കൊടുത്തത് കരഞ്ഞത് കൊണ്ടാണ്, മെഴുകിയത് കൊണ്ടാണ് എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കേസായിട്ടുണ്ട്, ഇല്ല പരിപാടി കണ്ടവർക്കെല്ലാം അറിയാം, ഈ പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം അന്നേരം ആരും എതിർക്കുകയോ ഒന്നും പറയുകയോ ഒന്നും ചെയ്തില്ല. എല്ലാവരും തലയാട്ടി കാണിക്കുകയാണ് ചെയ്തത്. ഇവർക്കും അവസരത്തിന് വേണ്ടി ചോദിക്കായിരുന്നു, അപ്പീൽ കൊടുക്കായിരുന്നു, എല്ലാം ചെയ്യായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഇവരോട് ചോദിച്ചിട്ടാണ് മറ്റേ പെൺകുട്ടിക്ക് അവസരം കൊടുത്തത്. അപ്പോൾ അത് അന്നേരം ഒന്നും മിണ്ടായിരുന്നിട്ട് പിന്നീട് വന്നിട്ട് ഈ പെൺകൊച്ച് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ കരഞ്ഞതിൻ്റെ പേര് ആ പെണ്ണിന് അവസരം കൊടുത്തു ആരോപിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ആ പെൺകൊച്ച് വന്നപ്പോൾ ഉണ്ട്. ആ വീഡിയോക്കകത്ത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് പറയാം നമുക്ക്.
കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ഹലോ, ഞാൻ പൂജ അജയ്. ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യത്തിൽ 2 പൂജയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ സീസണിൽ 2 പൂജയുണ്ട്. ഒന്ന് പൂജ ശരത്തും ഒന്ന് പൂജ അജയ്, അതായത് ഞാനും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നു 12 മണിക്ക്, ഇപ്പോൾ 9 മണിക്ക് ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പൂജ ശരത്ത് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് അത് മത്സ്യത്തെ താഴെ ടാസ്കിൽ നന്നായിട്ട് കളിച്ച് അങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് അതാണ് പിന്നെ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ട് നീ എന്തായിരുന്നു ബാക്കിൽ ചെയ്ത്, നീ എന്തിനാ പോയത്, ഇങ്ങനെ കുറേ കമന്റ്സ്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യത്തിൽ താഴെന്ന് പറഞ്ഞ ടാസ്കിൽ നമ്മുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കണ്ടസ്റ്റന്റിന് പ്ലേസിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ, ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ പൂജ ശരത്തും ഞാനും, എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ഷ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ലോക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് അത് ജാമാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തുറക്കാൻ പറ്റിയില്ല. മെയിൻ ഹൈലൈറ്റ്, എനിക്ക് ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിനും ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല. അവൾ കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തുറക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് ഇവളെ പോലെ കരയാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരയുന്നൊരു പേഴ്സൺ അല്ല. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. പൂജ ചേർത്ത് കരയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ. അത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ ആരായി, കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്ന എന്താ പറഞ്ഞാൽ, കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സീസണിൽ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പ്ലീസ് സപ്പോർട്ട് ട്രൂ നേച്ചർ കാണിച്ച് നിൽക്കുന്നത്. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ. അതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് മോളൊന്ന് കരഞ്ഞായിരുന്നെങ്കിലോ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? മോക്കും അതേപോലെ ചാടി ഒരു പക്ഷേ കയറായിരുന്നല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയി. ഇനിയിപ്പം കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞതിൻ്റെ വോട്ട് ഈ കാര്യമൊന്നും നടക്കുപോശമുള്ള കാര്യമൊന്നുമില്ല. അതൊക്കെ വെറും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കരയുന്നവർക്ക് മുമ്പോട്ട് കൊണ്ടുവരില്ല, അവരെ വിജയിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നടക്കത്തില്ല. ഇതൊക്കെ ഒരു ഗെയിം പ്ലാനിങ് അല്ലയോ. പിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ പരിപാടിക്ക് വേണം. അതിന് ഇമോഷൻ വേണം, കുറച്ച് കരച്ചിൽ വേണം, ഇതൊക്കെ വേണം. അനുമോലൊക്കെ പണ്ട് വന്നിരുന്നത് കരഞ്ഞ ഓർമ്മയുണ്ടോ? അതേപോലെ വലിയ വായിലും അങ്ങ് കരയണം, കാര്യം ഉണ്ടായാലും ഇല്ലേലും. അങ്ങനെയൊക്കെ ഉള്ളവർക്കേ ഈ അപരാധത്തിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളതേ. നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ കയറിയത്. അപ്പോൾ എല്ലാം വേണം, കരച്ചിൽ വേണം, ചിരി വേണം, അത് വേണം, ഇത് വേണം, എല്ലാം വേണം. എല്ലാം കൂടെ ഉണ്ടെങ്കിലേ ആ പെരക്കകത്ത് കയറി കുറച്ച് നാൾ പിടിച്ചിരിക്കാൻ ഒക്കത്തുള്ളൂ. എന്തായിരുന്നാലും വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതൽ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ എന്തായാലും വരും. എനിക്ക് കണ്ടിട്ട് നല്ലൊരു മത്സരം കാണാം എന്നാണ് തോന്നുന്നത്. കുറച്ച് അപരാധങ്ങൾ എന്തായാലും കാണാം. വരട്ടെ, വരുന്ന മുറയ്ക്ക് നമുക്ക് ഓരോന്നെടുത്ത് വെച്ച് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. എന്തായിരുന്നാലും നമ്മുടെ കൂടെ ഇരിക്കണം. ചാനൽ അല്പം ഡൗൺ ആണ്, ഒന്ന് സപ്പോർട്ട് തരണേ. നമുക്ക് ഒന്ന് പറ്റുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ആ ചാനലൊന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്നൊരാഗ്രഹം കൊണ്ട് പറഞ്ഞാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.